ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ചെറിയൊരു യാത്രയാണ് കേട്ടോ. ചെറിയൊരു യാത്ര, ജസ്റ്റ് അതിരപ്പള്ളി വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു വെറുതെ ഇരുന്നപ്പോൾ. അങ്ങനെതാ നമ്മൾ ഏഴാറ്റുമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഈ വലിയ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഏഴാറ്റുമുഖത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഴാറ്റുമുഖം എറണാകുളം ജില്ലയിലും ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേനും അത് തൃശ്ശൂർ ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. തുമ്പൂർമൊഴി എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡിസംബർ ഫസ്റ്റ് വീക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ് മഴയും കാര്യങ്ങളൊന്നുമില്ല, വെള്ളവും അധികമായിട്ടൊന്നുമില്ല കേട്ടോ. വെള്ളമൊക്കെ വറ്റിക്കിടക്കുകയാണ്. മഴയുള്ള സമയത്താണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടി റിസ്കിയറും കൂടി ആയിരിക്കും. പാലം കയറി അപ്പുറത്തെത്തുമ്പോഴാണ് കേട്ടോ കാഴ്ചകളൊക്കെ ഉള്ളത്. ഒരു കാര്യമുണ്ട്, നമ്മൾ വരുമ്പോൾ തന്നെ ഏഴാറ്റുമുഖം ഭാഗത്തു നിന്നും ടിക്കറ്റ് എടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ പാലം കയറി അപ്പുറത്തെത്തുമ്പോൾ അവിടെ നിന്നും നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. നമ്മൾ വരുമ്പോഴത്തേനും അഡൽസിന് അവർ ചാർജ് ചെയ്യുന്നത് 20 രൂപ വെച്ചാണ്. പിന്നെ കാർ ഉണ്ടെങ്കിൽ കാർ പാർക്കിങ്ങിന് 30 രൂപയും. അങ്ങനെ ടോട്ടൽ 70 റുപ്പീസാണ് ഏഴാറ്റുമുഖം ഭാഗത്ത് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അവിടെ നിന്ന് പാലം കയറി നമ്മൾ തുമ്പൂർമൊഴിയിലേക്ക്, അതായത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെയും ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയും പെർ ഹെഡ് 20 റുപ്പീസാണ്. കുഞ്ഞിന് ടിക്കറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു കഫറ്റീരിയ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട കൂൾ ഡ്രിങ്ക്സും ചായയും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. അതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ടോയ്സും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൂസ് ആണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ബോൾ വേണം, ടോയ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ആള് ബഹളം തുടങ്ങി. പിന്നെ ഒരു കണക്കിന് ആളെ ഒന്ന് സമാധാനിപ്പിച്ചു. അപ്പൂസ് അപ്പൂസ് എന്നുണ്ടാണ് ഐസ്ക്രീം? സൂപ്പർ, ഓക്കേ. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈ പാർക്കാണ്, ഒരു ചെറിയൊരു ബട്ടർഫ്ലൈ പാർക്ക്. പക്ഷെ നമുക്കവിടെ ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസിനെ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അല്ലറ ചില്ലറ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വാച്ച് ടവർ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഏഴാറ്റുമുഖം ആ ഭാഗം, അതായത് എറണാകുളം ഭാഗം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പാലം കയറി തുമ്പൂർമൊഴി ഭാഗം, അതായത് ഈ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാഴ്ചകളും കൂടുതൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ളതെന്ന് പറയേണ്ടി വരും. അവിടെ ഏഴാറ്റുമുഖം ഭാഗത്താണെങ്കിൽ പ്രധാനമായിട്ടും എന്താ പറയുക, വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്കും പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു ചെറിയൊരു പാർക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പക്ഷേ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പാർക്കിൽ പോണേണെന്നറി അത് ചിൽഡ്രൻസ് പാർക്ക് കണ്ടപ്പോൾ തന്നെ കുഞ്ഞപ്പൂസിന് ഭയങ്കര ഹാപ്പിയായി. ആളപ്പോൾ അതെ അവിടെ നിന്ന് നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് മറ്റേ തൊപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. തൊപ്പിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കഫറ്റീരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തൊപ്പി വാങ്ങിച്ചു വേണമെന്ന് പറഞ്ഞു. പക്ഷേ ആൾ ഇപ്പോൾ വെക്കുന്നൊന്നുമില്ല, ആ ഒരു ടൈമിൽ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ്. ഇടയ്ക്ക് വെക്കും, ഇടയ്ക്ക് വരും. അങ്ങനെയൊക്കെയാണ് അപ്പൂസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ചെറിയൊരു എന്താ പറയുക സ്ലൈഡ് ഉണ്ട്. സ്ലൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ആളുകൾക്കും വേണമെങ്കിൽ കയറാം. പക്ഷേ ഇതുപോലെ സ്ലൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മേലോട്ട് ബാക്കിലേക്കൊക്കെ നമ്മൾ ആഞ്ഞിട്ടുണ്ടെങ്കിൽ തല മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും റഫ് സർഫസ് ഒക്കെ ആണെങ്കിൽ അത് കുറച്ച് റിസ്കിയർ ആയിരിക്കും, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ഒക്കെയാണ്, അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ഒക്കെയാണെന്ന് തന്നെ പറയാം. അല്ലാതെ വെൽ മെയിൻറ്റെയിൻഡ് അല്ല, അത്യാവശ്യം മെയിൻറ്റെയിൻഡ് ഒക്കെയാണ്. അപ്പോൾ അപ്പൂസ് ആണെങ്കിൽ ഇതേപോലെ സ്ലൈഡിൽ കയറിയിട്ട് ആളെ ഇറങ്ങുന്നില്ല, പിന്നെയും കയറിക്കൊണ്ടിരിക്കുകയാണ്, കയറുന്നു ഇറങ്ങുന്നു, ഇത് തന്നെ പരിപാടി. അപ്പോൾ അവിടെ കുറച്ച് കുട്ടികളെ കൂടെ കണ്ടപ്പോഴത്തേനും ആളെ ഹാപ്പി ആയിട്ടോ. ആളിപ്പോൾ പ്ലേ സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഭയങ്കര ലൈവ്ലിയാണ്. കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ആൾ. അപ്പോൾ അതെ ഈ സ്ലൈഡ് ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എത്ര വിളിച്ചിട്ടും വരുന്നില്ല ആൾ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന
ഒരു എന്താ പറയുക, കുട്ടികൾക്ക് മാത്രമല്ല, നമുക്ക് വലിയ ആളുകൾക്കും വരാം, എല്ലാവർക്കും വരാം. ബട്ട് കുട്ടികൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. കണ്ടോ, നമ്മുടെ ഈ സിറ്റിയിലൊക്കെ ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നേച്ചർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലേസ് ആണ്. കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞ ആ വാച്ച് ടവർ ഇല്ലേ, അത് ഇതാണ്. ഭയങ്കര ഹൈറ്റ് ഒന്നുമില്ല, എങ്കിലും എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ഒരു വാച്ച് ടവർ. ചാലക്കുടി പുഴയാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ ഇപ്പോൾ വറ്റിക്കിടക്കുകയാണ്. ഇവിടെ നമുക്ക് താമസിക്കാം. എന്താ അപ്പൊ കുഞ്ഞേ, അപ്പനെ നോക്കിയെന്നുണ്ട്, അപ്പനെ നോക്കിയേ. വാവേ വാവേ ഡോ അപ്പൂഷ് കുഞ്ഞൂസ്. ക്യാപ്പാണ്, ക്യാപ്പ്. ആ ക്യാപ്പ് വെച്ചൊന്നും പപ്പ നോക്കട്ടെ. ക്യാപ്പ് വെച്ചേ, പപ്പനെ നോക്കി ഒന്ന് ചിരിച്ചേ. അയ്യോ മണ്ണി കളിയാണല്ലോ. അപ്പൂസെ മമ്മി ഊഞ്ഞാലാട നോക്കിയേ. മമ്മി ഊഞ്ഞാലടിക്കോ? മമ്മി പോയി, മമ്മി ഊഞ്ഞാലടട്ടെ വാവേ. മാറിക്കെന്ന് കുഞ്ഞുവാവകളുടെ ആണെന്ന്. ദാ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ അത്യാവശ്യം വലിയൊരു സ്ലൈഡ് കാണാൻ സാധിക്കും കേട്ടോ. കുറച്ച് മുതിർന്ന കുട്ടികൾക്കും അതോടൊപ്പം തന്നെ കുഞ്ഞു കുട്ടികൾക്കും ഇതിൽ ഈ സ്ലൈഡിൽ കയറാൻ സാധിക്കും. അതായത് 2 സ്ലൈഡുണ്ട്, അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞതുമുണ്ട്, പിന്നെ നല്ല ഹൈറ്റിലുള്ളതുമുണ്ട്. അപ്പോൾ ഇവിടെയും അപ്പൂസ് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു കേട്ടോ. കുറച്ചധികം ക്വാളിറ്റി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളിതാ അതിരപ്പള്ളിയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഏഴാറ്റുമുഖത്തോടും തുമ്പൂർമുഴിയോടൊക്കെ ഇവിടെ പറയാൻ സമയമായി. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി ആകാറായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. പോണ വഴിക്ക് ലഞ്ച് കഴിക്കണം, അതിനുശേഷം അതിരപ്പള്ളിയിലേക്ക് എത്തണം. ഏഴാറ്റുമുഖത്ത് നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഏകദേശം ഒരു 30-35 മിനിറ്റ് മതിയാവും അങ്ങോട്ടേക്ക് എത്താനായിട്ട്. അപ്പോൾ നിങ്ങൾ അതിരപ്പള്ളിയിലേക്കാണ് വരുന്നതെങ്കിൽ, വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് വരുന്നതെങ്കിൽ, ഈ വരുന്ന വഴിക്ക് തന്നെയാണ് ഈ ഏഴാറ്റുമുഖവും തുമ്പൂർമുഴിയൊക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതിരപ്പള്ളിയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്ലേസസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. തീർത്തും ഒരു ദിവസത്തെ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, അതിരപ്പള്ളിയിലേക്ക് ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ആദ്യം തന്നെ ഏഴാറ്റുമുഖത്തേക്ക് വരിക, അതിനുശേഷം തുമ്പൂർമുഴിയിലേക്ക് പോവുക. തുമ്പൂർമുഴി തൂക്കുപാലമൊക്കെ കാണാൻ സാധിക്കും, ചാലക്കുടി പുഴയുടെ ഒഴുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ടൈം ഒരു ഡിസംബർ ടൈമിൽ വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. ഒരു മഴ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് അതിരപ്പള്ളിയിലേക്ക് പോകാൻ സാധിക്കും. അതിനടുത്ത് തന്നെയാണ് വാഴച്ചാൽ പാലം. അപ്പോൾ എന്താ പറയുക, അതിരപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വാഴച്ചാലിലേക്ക് പോകാം. വാഴച്ചാലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് വാഴച്ചാൽ പാലമുള്ളത്.
ഉള്ളത്. അവിടെയും നല്ല എന്താ പറയുക, നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് വാഴച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഇത്രയും പ്ലേസസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒന്ന് ഏഴാറ്റുമുഖവും തുമ്പൂർ മൊഴിയും, പിന്നെ അതിനുശേഷം അതിരപ്പള്ളി വെള്ളച്ചാട്ടം. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ വാഴച്ചാലിലേക്ക് പോകുന്ന വഴി വാഴച്ചാൽ പാലം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാഴച്ചാൽ. അങ്ങനെ ഈ 4 പ്ലേസസ് നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്താ പറയുക കവർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെതാ നമ്മളിപ്പോൾ അതിരപ്പള്ളിയിലാണ് കേട്ടോ ഉള്ളത്. മഴ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ആ അമിതമായ പ്രവാഹമൊന്നുമില്ല കേട്ടോ. എങ്കിലും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കാഴ്ച, ആ ഒരു മനോഹാരിത നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തുന്നില്ല കേട്ടോ. അതിരപ്പള്ളിയിലെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റ് സീയിങ്ങും ഫണ്ണും എൻ്റർടൈൻമെൻറ്റും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒരു എക്സസൈസ് കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാറായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ വരികയാണെങ്കിൽ, അതായത് ഈ വൈകുന്നേരം ടൈമിലൊക്കെ വരികയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് നന്നേ ഇവിടെ സ്പേസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് സൈഡിലാണ് നമ്മൾ പാർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അടുത്തൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു 800 മീറ്ററോ അല്ലെങ്കിൽ 1 കിലോമീറ്ററോ ഒക്കെ അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നടന്നു വരാനായിട്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ എന്താ പറയുക, റോഡ് സൈഡിൽ തന്നെ ഒരു ചെക്ക് പോയിന്റ് പോലെയുണ്ട്. അത് ടിക്കറ്റ് കൗണ്ടറാണ് അവിടെ. അപ്പോൾ അവിടെ നിന്നാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജിപേയോ കാർഡോ ഇതൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ അവിടെ വണ്ടി നിർത്തിയില്ല, നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നു. അതിരപ്പള്ളിയിലെ അതായത് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ നിന്നാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ക്യാഷായിട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് കാർഡോ അല്ലെങ്കിൽ ജിപേയോ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങളുടെ കേസിലാണെങ്കിൽ എന്താ പറയുക, ക്യാഷ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ആ കാര്യം അറിയുന്നത്. അപ്പോൾ എന്താ പറയുക, ഭാഗ്യത്തിന് അടുത്തുള്ള കടയിൽ പോയി ക്യാഷ് മാറാനായിട്ട് സാധിച്ചു. ഭാഗ്യത്തിന് കിട്ടി. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നടക്കാനായിട്ടുണ്ട്. എന്താ പറയുക, കയറ്റം ഇറക്കമൊക്കെയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടോപ്പ് പോയിന്റിൽ എത്തും, ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തും. അപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ബോട്ടം വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങാം. അവിടെ കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ. കല്ല് വിരിച്ച പാത പോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും അല്ല, കല്ലുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഇറക്കമുണ്ട്. ഇറക്കം പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇറങ്ങിച്ചെന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് വരുമ്പോൾ കയറ്റമാണ്. അപ്പോൾ അത് എന്താ പറയുക, നല്ലൊരു ഫിസിക്കൽ എക്സസൈസ് തന്നെയാണ് കേട്ടോ അത്. ഇപ്പോൾ ഞങ്ങളുടെ കേസാണെങ്കിൽ കുഞ്ഞുവിനെ എടുത്തുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയത്. അവനെ എടുത്തുകൊണ്ട് തന്നെയാണ് മുകളിലേക്ക് കയറിയത്. ഫുൾ നടത്തം അവനെ എടുത്തുകൊണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എന്താ പറയുക, ആയാസകരമായിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം എന്താ പറയുക, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ ഒരു ഫിസിക്കൽ എക്സസൈസ് കൂടി നമുക്ക് എന്താ പറയുക നമ്മുടെ അതിരപ്പള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിരപ്പള്ളിയിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ നേരെ പോകുന്നത് വാഴച്ചാലിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 6-6.5 കിലോമീറ്ററാണ് നമുക്ക് വാഴച്ചാലിലേക്കുള്ളത്. അതായത് ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുക്കും. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാർപ്പ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സീനിക് ബ്യൂട്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചാർപ്പ വെള്ളച്ചാട്ടമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിതാ ഇപ്പോൾ വാഴച്ചാലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫോറസ്റ്റ് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്നില്ല. അതിൻ്റെ ഇപ്പുറത്ത് ആണ് ഞങ്ങൾ നിൽക്കുന്നത്, നമ്മുടെ എന്താ പറയുക ഈ ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉള്ളൊരു ഭാഗത്ത്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ആ ചാലക്കുടിപ്പുഴയുടെ ആ ഒരു ഒഴുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ 6 മണിക്ക് മുമ്പായിട്ട് എത്താനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്കകത്തേക്ക് പോകാനായിട്ട് പറ്റുന്നതല്ല. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലെടുക്കുന്ന ആ ടിക്കറ്റ് തന്നെ മതി കേട്ടോ ഇവിടെയും. അപ്പോൾ അതാണ് നമ്മളിവിടെയും കാണിക്കേണ്ടത്. ഇവിടെ ഞങ്ങൾ കറക്റ്റ് ടൈമിനാണ് കേട്ടോ എത്തിയത്. ഇല്ലെങ്കിൽ കയറാൻ സാധിക്കില്ലായിരുന്നു. പിന്നെ ഇവിടെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത് ചാലക്കുടി പുഴയുടെ ആ ഒരു ഒഴുക്കാണ് കേട്ടോ. എന്താ പറയുക, വന്യതയുടെ നടുക്കുകൂടി ഈ ചാലക്കുടി പുഴ അതിൻ്റെ ആ ശബ്ദത്തിൽ ഇങ്ങനെ ഒഴുകി വരുന്നത് കേട്ട് നിൽക്കാൻ തന്നെ കാതിന് ഇമ്പമുള്ളൊരു കാര്യമാണ് കേട്ടോ. ആ ഒരു കാടിൻ്റെ വന്യതയും പച്ചപ്പും
പിന്നെ അതിന് നടുവിലൂടെ ഒഴുകുന്ന ഈ ചാലക്കുടി പുഴയുടെ എന്താ പറയുക, കവിവാക്യത്തിൽ പറയുകയാണെങ്കിൽ 1000 പാദസ്ഥലങ്ങൾ കിലുങ്ങി ഒഴുകുന്ന ആ ഒരു ശബ്ദമാണ് നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. പുതിയൊരു കാഴ്ചയുമായി പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ബൈ ബൈ.